അപ്പം അതൊക്കെ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവരുടെ അമ്മച്ചിയില്ല, അമ്മച്ചിയില്ലാലേ, അമ്മച്ചിയില്ലാലാ, മുഖമൊക്കെ വളർന്നിട്ട് വലുതായി. മുറിക്കണ്ടേ? സെറ്റ് മുറിക്കാട്ടാ. ഇവരുടെ ഈ വീഡിയോ കഴിഞ്ഞുകൊണ്ട് ഇന്നലത്തെ രാത്രിയത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇന്നലെ രാത്രി അമ്മ കുറേ സമയം കുഞ്ഞുങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സങ്കടത്താൽ കുഞ്ഞുങ്ങൾ സ്റ്റെപ്പ് കീഞ്ഞ് മറിഞ്ഞ് താഴേക്ക് വന്നു. നമ്മുടെ റൂമിലേക്ക് കയറി വന്നിട്ട് ഉള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് നടക്കാൻ തുടങ്ങിയ ഭയങ്കര, അപ്പോൾ ഇവർ നടക്കാൻ തുടങ്ങിയതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് പൊടിയാണ്. സീനായിരുന്നു നമ്മുടെ കിട്ടിയാണ് സീനായി. പിന്നെ മിക്സിയും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ടിക്കു പറയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ് നമ്മുടെ ടിക്കു മോൻ. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് പാർട്ട് 2. അപ്പം പാർട്ട് 3 ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിൽ ഇല്ലേ. ഞാൻ ബൈ ബൈ പറഞ്ഞു. അതിൻ്റെ തമ്പിക്കണ്ടേ വീഡിയോ നിർത്താൻ. ഇവരുടെ ഒരു കളികൾ കാണുമ്പോൾ നിർത്താനേ കഴിഞ്ഞു. ഇത് നമ്മുടെ കൊച്ച് എന്നോട് കാലിൽ വന്നിട്ട് നഖം കൊണ്ട് അരസിയാണ്. നമ്മുടെ മറ്റേ എന്താണ് ടിക്കു മിക്സിന് ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ടിക്കു മിക്സിന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. മിക്സി ഉറങ്ങയാണ്. അപ്പം ടിക്കു ഉണ്ടാക്കാം, തട്ടി വിളിക്കാം, ഇങ്ങനെ തട്ടി വിളിക്കാം. അപ്പം കാര്യം കഴിഞ്ഞില്ല, എല്ലാവർക്കും കളിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്ര പണികളാണ് നമ്മുടെ ടിക്കു ചെയ്യുന്നത്. അടുത്തതായി നമ്മൾക്ക് കുസൃതി കുട്ടിയായ മിക്കു. ആ പേപ്പർ കണ്ടില്ല, അതിനെ കീറി പറിക്കാനാണ് നമ്മുടെ എന്താണ് മിക്കു ശ്രമിക്കുന്നത്. ഞാൻ അടിയിലേക്ക് വരാം, കണ്ടില്ലേ. അപ്പം നമ്മുടെ മിട്ടു അവളെ നോക്കി നിൽക്കുകയാണ്, വീക്ഷിക്കുകയാണ്. അപ്പം അവളോട് പറയാണ് ഇതാ ഫൈറ്റിങ്. എന്തിനാണ് ഈ ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ, അതുകൊണ്ടാണ് അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഭയങ്കര അടിപിടിയായ ഫൈറ്റിംഗ് ആണ്. അടിപിടിയായ ഫൈറ്റിംഗ് 47 അടിപിടിയായ ഫൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ രണ്ടും നല്ല വൃത്തിക്ക് കടന്നുറങ്ങി. ഇതാ നോക്ക്, ഇവള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളാണ് ആ ബുക്കൊക്കെ വലിച്ചിട്ടത്. അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കടിച്ചു തൂങ്ങി. അപ്പോൾ ആ ബുക്കെല്ലാം വെളിഞ്ഞു വീണു. ഞാൻ ഇന്നലെ രാത്രി ഞാൻ എന്നിട്ടൊരു ബ്ലോഗിൽ ഇന്നലെ ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം കളി കാണാൻ പാർട്ട് 3 ആയിട്ട് കാണാം. ഇന്നലത്തെ രാത്രിയത്തെ കളിയും കൂടി കഴിഞ്ഞ് അടുത്ത പാർട്ട് 3യുമായി വരാം. കുട്ടികൾ അട്ടത്താണ് ഉണ്ടായിരുന്നത് മുകളിൽ. അപ്പം അവർ അമ്മനെ കാണാതപ്പം ഇറങ്ങി വന്നു. അപ്പം ഞാൻ അവരെ കണ്ടപ്പം അവർ എന്നെ കരിയാണ്. ഒരു പെണ്ണ് ഉറങ്ങിയാണ്, ഒരു പെണ്ണ് കളിക്കുകയാണ്. ഈ പെണ്ണാണ് നമ്മളെ കയറിയിട്ട് വീണ് പോയി. അപ്പം അവർ അമ്മനെ പരുതിയിട്ട് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ താഴേക്കിഞ്ഞ് വന്നിട്ടാകുമ്പം ചെയ്തത് നോക്കിക്കോ. താഴേക്കിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഹാപ്പിയായി, നമ്മളെ കൂടെ കളിക്കാനൊക്കെ കൂടി. ഇപ്പം സ്റ്റെപ്പ് കീഞ്ഞ് വരുന്നതാണ് വളരെയേറെ പ്രയാസകരമായത്. സ്റ്റെപ്പ് കീഞ്ഞ് ഇങ്ങനെ മറിഞ്ഞ് പോകുന്നു. ഒരു സ്റ്റെപ്പ് കീഞ്ഞ് വിചാരിച്ചോ, അടുത്ത സ്റ്റെപ്പ് മറിഞ്ഞ് വീണു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ മിക്കു അമ്മനെ നോക്കിയിട്ടുള്ള യാത്രയാണ്. 3 കുട്ടികളും, ഒരു കുട്ടി അവിടെ ഉറങ്ങുന്നുണ്ട്. ഇതാ അമ്മനെ തേടിയിട്ട് യാത്രയാണ്. ഓട്ടയാത്ര.
ഇതാ നോക്കൂ, ഓട്ടയാത്ര. അപ്പം 3 കുട്ടികളും ഓട്ടയാത്രയിലാണ്. ഒരു കുട്ടി ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. ഇതാ ഈ കുട്ടി സുഖമായി ഉറങ്ങുകയാണ്, അമ്മനെ കാണാനില്ല. കുട്ടികളുടെ വിഷമം കണ്ടില്ലേ? കുട്ടികളുടെ വിഷമം. രാത്രി മടി പിടിച്ച അമ്മ, രാത്രി കുട്ടികളെ അടുത്തേക്ക് വരാൻ മടി പിടിച്ച അമ്മ എങ്ങനെയൊക്കെയോ വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. മസ്ത്. ഇതാ കണ്ടില്ലേ, നല്ല ഉറക്കത്തിലാണ്. എവിടെയാണ് കിടന്നത് നോക്കിയേ. ഇപ്പം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് മറിഞ്ഞ് വീകും. അപ്പം അമ്മക്ക് അതിൻ്റെ ഒരു ബോധമില്ല. അപ്പം കാത്തുവിനെയും കുട്ടികളുടെയും കൂട്ടുകാരുടെയും അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.